കോട്ടയം ഏറ്റുമാനൂരിൽ പുഴയിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മയും മക്കളും മരിച്ചു. പാലാ മൂത്തോലി പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിസ്മോളും 5ഉം 2ഉം വയസ്സുള്ള മക്കളുമാണ് മരിച്ചത്. കൈത്തണ്ടം മുറിച്ചതിന് ശേഷമാണ് ജിസ്മോൾ പുഴയിലേക്ക് ചാടിയതെന്ന് പോലീസ് അറിയിച്ചു. മുറിയിൽ നിന്ന് വിഷക്കുപ്പിയും കണ്ടെത്തി. എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ക്രൂരകൃത്യത്തിന്റെ കാരണം അറിയില്ലെന്നും ബന്ധു ജോസഫ് പറയുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗോകുൽ, എപ്പോഴാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്? എന്താണ് പോലീസ് ഔദ്യോഗികമായി പറയുന്നത്? ഇതിലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ഏറ്റുമാനൂർ പള്ളിക്കലിലാണ് മീനച്ചിലാറ്റിലേക്ക് ചാടി അമ്മയും 2 പിഞ്ച് പെൺകുട്ടികളും ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായത്. പാലാ മുത്തോലി സ്വദേശിയായിട്ടുള്ള അഭിഭാഷകയായിട്ടുള്ള ജിസ്മോൾ തോമസ്, അവരുടെ 5 വയസ്സുകാരി മകൾ നേഹ, 2 വയസ്സുകാരി മകൾ പൊന്നു എന്നിവരാണ് മരിക്കുകയുണ്ടായത്. അതായത് ഈ എന്താണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള കാരണത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം മീനച്ചിലാറ്റിൽ മീൻ പിടിക്കാൻ നിന്നിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഒഴുകിയെത്തുന്ന നിലയിൽ 2 കുട്ടികളെ പുഴയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഇവരെ ഈ 2 കുട്ടികളെയും കരക്കെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തുടർന്ന് അതേ സമയത്ത് തന്നെയാണ് ആച്ചിറമ്പിൽ ആറുമാനൂർ എന്ന ഭാഗത്തു നിന്നും ജിസ്മോളുടെ മൃതദേഹവും ഈ നാട്ടുകാർ തന്നെ കണ്ടെത്തുകയുണ്ടായത്. മൂവരെയും തൊട്ടടുത്തുള്ള തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവരെ കരയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ ഇവർ മരിച്ചിരുന്നുവെന്ന് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഇവരുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ടാവുക. കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്. എപ്പോഴും സന്തോഷവതിയായിട്ടാണ് ജിസ്മോളെ കണ്ടിരുന്നതെന്നാണ് ജോസഫ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം തള്ളിക്കളയാനാവില്ല എന്നാണ് ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ മക്കളുമായി ആത്മഹത്യക്ക് ശ്രമിച്ചു, അല്ലെങ്കിൽ ആ വിധത്തിൽ ജീവൻ ഒടുക്കാനുള്ള ശ്രമം നടത്തി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജിസ്മോൾ പുഴയിൽ ചാടിയത് കൈത്തണ്ട മുറിച്ചതിന് ശേഷം കൂടിയാണ്. അമ്മയും മക്കളുമാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. 5ഉം 2ഉം വയസ്സുള്ള മക്കളുമായി മരിക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന സംബന്ധിച്ച് സംശയങ്ങളെല്ലാം തന്നെ അവശേഷിപ്പിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കുന്ന പോലീസ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്, കോട്ടയത്ത്.